ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. യുദ്ധം ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് നിലകൊള്ളുമ്പോഴും നമ്മുടെ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, US, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ഈ ഒരു സീസ് ഫയർ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇറാൻ മറ്റുള്ള ഗൾഫ് മേഖലയിലുള്ള US സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നുണ്ട്, തിരിച്ചാക്രമിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു 24 അവർ വളരെയധികം നിർണായകമാണ്. എസ്പെഷ്യലി വീക്കെൻഡൊക്കെയാണ് അമേരിക്ക ആക്രമണം ശക്തിപ്പെടുത്തുന്നത്, ഇറാനും അതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ 2 അല്ല 3 വട്ടം ആലോചിച്ച് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നേരെ ഗ്ലോബൽ കാര്യങ്ങളിലേക്ക് പോകാൻ മുമ്പ് FIs ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു, എന്നാൽ ഇന്നലെയല്ല. പക്ഷെ അതിന് മുന്നേ ഉള്ള 4 ദിവസങ്ങൾ കണ്ടുവരാം. FIs DIs ആക്ടിവിറ്റീസിൽ FIs ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു, ശരിയാണ്. പക്ഷെ അതിന് മുമ്പുള്ള 4 ദിവസം ബയേഴ്സ് ആയിരുന്നു. 1962, 393, 243, 1355. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ FIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരികയാണ് എന്നുള്ളൊരു തമ്പനയിൽ കൊടുത്തിട്ടുള്ളത്. വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞ കണ്ടിന്യൂസ് 4 ദിവസം അവർ ബയേഴ്സ് ആയിരുന്നു. ഈ കണ്ടിന്യൂസ്ലി അവർ 4 ദിവസം ബൈയിങ് നടത്തുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ കഴിഞ്ഞ ഒരു 3 മാസത്തെ ചരിത്രമെടുത്ത വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാം. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റും ഗ്ലോബൽ മാർക്കറ്റൊക്കെ പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും പൊതുവെ പോസിറ്റീവാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. നിക്കി, കോസ്പി എല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും എന്നാൽ ഇപ്പോൾ നെഗറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിങ്. ബ്രന്റ് ഓയിൽ 76, ബിറ്റ്കോയിൻ 63,000, സിൽവർ 60, ഗോൾഡ് 4127. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TCSൻ്റെ ഒക്കെ റിസൾട്ട് വന്നിരുന്നു, പോസിറ്റീവായിരുന്നു. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റിൽ എന്നാൽ അത്ര പോസിറ്റിവിറ്റി ഓപ്ഷൻ റൈറ്റേഴ്സ് നിലകൊള്ളുന്നില്ല. കാരണം കോൾ സൈഡാണ് കൂടുതൽ റൈറ്റിങ്. PCR 0.79 ആണ്. 24,000 സ്പോട്ടായിട്ട് നിൽക്കുമ്പോൾ 24,500 തന്നെയാണ് ഹ്യൂജ് റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നത്. പുട്ട് സൈഡ് വലിയ അങ്ങനെ സപ്പോർട്ട് സോണുകളായിട്ടൊന്നും പറയാനില്ല. അതായത് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ വ്യൂ ആണ് ഇനി അവർ ലോസ് ബുക്ക് ചെയ്യാം. പക്ഷേ ആസ് ഓഫ് നോ അവരുടെ വ്യൂ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ഒരു 4 വീക്കെൻഡുകളായിട്ട് ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിരുന്നു, മ്യൂച്വൽ ഫണ്ടും ഇൻട്രാഡേയും സ്വിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മളുടെ ആ ഒരു സൂമിൻ്റെ അനൗൺസ്മെൻറ്റ് കൊടുക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത് സ്റ്റോക്കുകളുടെ ന്യൂസാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്ന് ഈ ഒരു വീക്കെൻഡ് ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് വീക്ക് ബിഗിനിങ് നമ്മളുടെ ഈ ആഴ്ചയിലെ ക്ലാസ് നമ്മൾ എടുക്കും. സ്റ്റോക്കിൻ്റെ ന്യൂസിൽ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല. M&M ഇവിടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ സെയിൽസ് 32% ഉയർന്നു എന്ന് അറിയിച്ചു. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനി ഇവർ ഒരു ഡിഫൻസ് മേഖലയിലൊരു 1,550 കോടി രൂപയുടെ ഒരു അക്വസിഷൻ പ്രീമിയർ എക്സ്പ്ലോസീവിൽ നടത്തി എന്നുള്ള ന്യൂസ്. ONGC ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. ഇവർ 1.75 മില്യൺ മെട്രിക് ടണ്ണിൻ്റെ ഒരു റിസർവിൻ്റെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് കമ്പനി സമീപിച്ചിട്ടുണ്ട്. ഡിക്സൺ ടെക്ക്, ഡിക്സനും വിവോയായിട്ട് ധാരണകൾ ആകുന്നുണ്ട്, ബിസിനസ് ഉണ്ട് എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ആനന്ദരതി നെറ്റ് പ്രോഫിറ്റ് 73% വർദ്ധിച്ചിരുന്നു. കോൺകോർ കമ്പനി ഇവർ നാച്ചുറൽ ഗ്യാസ് ONGC ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പവർ ഗ്രിഡ് ഒരു ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഓർഡർ ലഭിച്ചു. ഹാവൽസ് കമ്പനി ഇവർ ഒരു നോർവേ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് എനർജി സ്റ്റോറേജ് കമ്പനിയായിട്ടുള്ള പിക്സൈ AS ആയിട്ട് ഒരു ബാറ്ററി എനർജി ബിസിനസ് സൈൻ ചെയ്തു. പേസ് ഡിജിറ്റെക് കമ്പനി ഇവർ ഓൺവാർഡ് സോളാറായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GE ഷിപ്പിംഗ് കമ്പനി ഇവർ ലോങ് റേഞ്ച് ടാങ്കർ അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. മുത്തൂറ്റ് 18% ഇവരുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉയർന്നു എന്നുള്ള ന്യൂസ്. AVL അഗ്രി കമ്പനി ഇവർ ഫാമിംഗ് പ്രോഗ്രാമെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൈകിട്ട് കാണാം.
അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ കോഴ്സ് കിട്ടാനായിട്ട് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുള്ള നമ്മളുടെ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.